ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? കൂട്ടുസഖികൾ നിന്നെ കൈവിട്ടപ്പോ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. കൂട്ടുസഖികൾ നിന്നെ കൈവിട്ടപ്പോ എൻ ചിറകിൻ മറവിൽ അഭയം നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി സ്വച്ഛമാം ജലവും നൽകി. പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി സ്വച്ഛമാം ജലവും നൽകി. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിസ്താമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം: ഐ വിൽ ഗിവ് യു ഗുഡ് അഡ്വൈസ് ആൻഡ് വാച്ച് ഓവർ യു വിത്ത് ലവ്. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനങ്ങൾ 32:8. Psalm 32:8. I will guide you and teach you the way you should go. I will give you good advice and watch over you with love. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. സദൃശവാക്യങ്ങൾ 16:25 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ഒരിക്കൽ 2 വ്യക്തികൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ മണലാരണ്യത്തിൽ 4 കാൽപാദങ്ങൾ കണ്ടു. അവർ അത് നോക്കി യാത്ര തുടർന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കാൽപാദങ്ങൾ അവസാനിക്കുന്നില്ല. വീണ്ടും യാത്ര തുടർന്നു. അവർ തളർന്നു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ആദിവാസി വരുന്നത് കണ്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളുടെ മുൻപിൽ പോയിരുന്ന ഈ മനുഷ്യർ ആരാണ്? ഞങ്ങൾ ആ കാൽപാദങ്ങൾ നോക്കി സഞ്ചരിക്കുകയാണ്. അത് കേട്ട് ആദിവാസി പറഞ്ഞു, നിങ്ങൾക്ക് വഴിതെറ്റി. നിങ്ങളുടെ കാൽപാദങ്ങളെ തന്നെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാൽപാദങ്ങളെ നോക്കി നടന്ന് വട്ടം കറങ്ങുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരുന്നത്. അവർക്ക് അവരുടെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നി. ഇതുപോലെയാണ് പലരുടെയും ജീവിതം. പലരും വഴി സ്വയമായി തിരഞ്ഞെടുത്ത് വട്ടം കറങ്ങുകയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന സകല വഴികളും ദൈവഹിതം ആരായണം. നാം തിരഞ്ഞെടുക്കുന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണോ എന്ന് അറിയണം, വ്യക്തമായി അറിയണം. നമുക്ക് ദുർഘട സമയങ്ങളിൽ പോകേണ്ട വഴികൾ അറിയയില്ല. എന്നാൽ നമ്മുടെ ഭാവിയുടെ
നൽവഴികൾ ദൈവത്തിനറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:17 പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാൻ തന്നെ. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനുമായ കർത്താവിനോടാണ് വഴി ചോദിക്കേണ്ടത്. വേറെ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ എത്തേണ്ട എത്തില്ല. അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മക്കളെ, എന്നോടല്ല വഴി ചോദിക്കേണ്ടത്, എൻ്റെ അടുത്തല്ല വരേണ്ടത്, അവൻ്റെ അടുത്ത് പോ. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. ആര്? കർത്താവായ യേശു. പോകേണ്ടുന്ന വഴി നമുക്ക് ഉപദേശിച്ച് തരുന്നത് മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും ഒരു നോവേനെ അല്ല, ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ പോകേണ്ടുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഇല്ലയോ? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇറ്റ്സ് സംതിങ് പേഴ്സണൽ. ഇപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. ആധിപത്യം തോളിൽ ഉള്ളവന് മാത്രമേ ആലോചന പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. അതാരാണ്? കർത്താവ് യേശുവാണ്. അവിടുന്നാണ് അത്ഭുതമന്ത്രി, അവിടുന്നാണ് വീരനാം ദൈവം, അവിടുന്നാണ് നിത്യപിതാവ്. സ്തോത്രം. സമാധാന പ്രഭു അവിടുന്നാണ്. ആ കർത്താവ് 32:8 സംസാരിക്കുന്നത്. മുന്നിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും ദൈവം തുറന്നു തരും, വളഞ്ഞ വഴികൾ നേരെയാക്കി തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഉടമ്പടി എടുക്കേണ്ടത് കർത്താവുമായിട്ടാണ്. കർത്താവിൻ്റെ വചനത്തിലുണ്ട് എങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന്. അതുകൊണ്ട് അവിടെ ആരെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ മുമ്പിൽ പോയി ഉടമ്പടി എടുത്തിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. നീ അവിടെ ഇന്നായിത്തായിപ്പങ്ങ വരച്ച് കിടന്ന് കറങ്ങി കളിക്കാമെന്നല്ലാണ്ട് ഒരു കാരണവശാലും നിത്യതയിലെത്തില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, യെശയ്യാ 45:2, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയും ചെയ്യും. കർത്താവിന് മാത്രമേ ഇത്തരം അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ അത്ഭുത മന്ത്രിയാ. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ്, ചെങ്കടൽ വറ്റിച്ചു ഉണക്ക നിലത്തിലൂടെ നടത്തിയ കർത്താവാണ്. നമ്മൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു. യിരെമ്യാവ് 16:17 വചനം പറയുന്നു, എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല, അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും കർത്താവിൻ്റെ മനസ്സിലാണ്. ആ കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും വെളിപ്പെട്ടു വരുന്നത് അവൻ കാണിച്ചിരുന്ന വഴിയിലൂടെ നടക്കുമ്പോഴാണ്. അവൻ കാണിച്ചിരുന്ന വഴി ദൈവത്തിൻ്റെ വചനമാണ്. യേശു കാണിച്ചു തരുന്ന പാതയിൽ തന്നെ നടക്കുക. കാരണം യേശുവിൽ കൂടിയല്ലാതെ നാം എവിടെയും എത്തുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വഴി അന്വേഷിച്ച് ഓടണ്ട. വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്തു വെച്ച് ഒന്ന് തുറന്ന്, പച്ച മലയാളത്തിൽ കർത്താവ് എഴുതി തന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവാണ് ബൈബിൾ എഴുതി തന്നത്. ആ പരിശുദ്ധാത്മാവ് ബൈബിൾ വ്യാഖ്യാനിച്ചു തരും. ഈസ് ദ ബെസ്റ്റ് ഗുരു, ബെസ്റ്റ് ടീച്ചർ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ പാരമ്പര്യം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ കയറി വരില്ല. ഹല്ലേലൂയ. ശുദ്ധമായ ടീച്ചിങ് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14:6, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. മതസൗഹാർദ്ദമൊക്കെ കൊള്ളാം, പക്ഷേ ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവിൻ്റെ വഴി. ആ വഴിയിലൂടെ അല്ലാതെ കണ്ട് ആരും പിതാവിൻ്റെ അടുത്തെത്തില്ല. സ്തോത്രം. അതുകൊണ്ട് എല്ലാ മതവും ഒരേ വഴിയിലേക്കാണ് പോകുന്നത്, ഒരേ ദൈവത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. ഇല്ലില്ലില്ല, അതെല്ലാം മതങ്ങളാണ്. പക്ഷേ കർത്താവിലൂടെ അല്ലാതെ കണ്ട് ആരും പിതാവെങ്കിൽ എത്തില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ അപ്പീലില്ല. സ്തോത്രം. മതമല്ല വേണ്ടത്, മത പരിവർത്തനമല്ല ആവശ്യം, മനപരിവർത്തനമാണ് ആവശ്യം. അതിനാൽ സകല കാര്യങ്ങളിലും മുന്നിലൊരു വഴി തുറന്ന് കിട്ടുവാൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അത്ഭുതമന്ത്രി വീട്ടിലിരിക്കുമ്പോൾ മറ്റൊരിടത്ത് ഓടേണ്ട കാര്യമില്ല. സ്തോത്രം. കൂട്ടായ്മ ആചരിക്കണം. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്, അടിസ്ഥാന ഉപദേശമാണ്. വീട്ടിൽ തന്നെ ടിവിയുടെ മുമ്പിൽ ഞായറാഴ്ച കുത്തിയിരിക്കരുത്, സുഖമില്ലാത്തവരൊഴിച്ചു. ബാക്കി എല്ലാവരും ചർച്ചിൽ പോകണം.
സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭയിൽ പോണം. 37 സങ്കീർത്തനം 5 വാക്യം. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. കർത്താവിനിൽ തന്നെ രസിച്ചുകൊള്ളുക, അവിടുന്ന് നിന്റെ സകല ആഗ്രഹവും നിവർത്തിക്കും. നിന്റെ വഴി കർത്താവിൽ ഭരമേൽപ്പിക്കുക. സ്തോത്രം. ആലോചനയും പദ്ധതിയെല്ലാം ഈ തലയെ കൊണ്ട് നടക്കില്ലേ? കർത്താവിൻ്റെ കരങ്ങൾ കൊടു. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇതാണ്. കർത്താവിനോട് പറ, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇന്നതെന്നറിഞ്ഞ് അവിടെ നിവർത്തിച്ചു തരും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറയുന്ന വഴിയിലൂടെ നടക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് പറഞ്ഞു തരുന്ന ആലോചനയിൽ തന്നെ ഇടവും ബലവും തെറ്റാതെ നിന്റെ ആലോചനയിൽ തന്നെ സഞ്ചരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പലതരത്തിലുള്ള വിപരീത ഉപദേശങ്ങൾ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ പരിജ്ഞാനത്തോടെ അവിടുന്ന് പറഞ്ഞു തരുന്ന സ്വർഗീയ ആലോചനയിൽ വചനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഇടവും ബലവും തെറ്റാതെ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ വയലുകളെ, ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്സുകളെ, മാവ് കുഴക്കുന്ന തൊട്ടിയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത്രത്തോളം അവരെ നീ വഴി നടത്തുന്നതിനായി സ്തോത്രം. തുടർന്നും അവിടുത്തെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുവാൻ ശാരീരിക സൗഖ്യവും ബലവും ആത്മീയ ശക്തിയും നൽകി അവിടുന്ന് അവരെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഇന്ത്യക്കെതിരെ ഉയരുന്ന, പുറമേ നിന്നും അകമേ നിന്നും ഉയരുന്ന എല്ലാ അന്ധകാര ചിന്തകൾ, ദുഷ്ടന്റെ ആലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ ദേശമണ്ഡലത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേലധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ട്രംപിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, റഷ്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉക്രൈനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആധുനിക മീഡിയകളിലൂടെ ദുഷ്ടൻ വിരിച്ചിരിക്കുന്ന വലകളിൽ, നെറ്റിൽ മക്കൾ വീണു കുഴഞ്ഞു പോകാതെ അതിലൂടെ സാത്താൻ ഒരുക്കുന്ന കെണികളെ തിരിച്ചറിയാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും കരങ്ങളിൽ തരുന്നു. അവ ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന യാചനം കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു മൃദുവായി കാതിൽ ചൊല്ലി. ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു മൃദുവായി കാതിൽ ചൊല്ലി. ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ?
എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ? എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ?